This is last part of national income, that is measurement of national income. ഇപ്പോൾ നമ്മൾ ഈ ലെസണിൽ മെയിനായിട്ടും നാഷണൽ ഇൻകത്തിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. See, mainly there are three methods of measuring national income. They are product method or output method, second one final expenditure method, and third one income method. ഇങ്ങനെ നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യാനായിട്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ് ഓർ ഔട്ട്പുട്ട് മെത്തേഡ്. സോ അണ്ടർ ദിസ് മെത്തേഡ് ഫസ്റ്റ് വി ആർ എസ്റ്റിമേറ്റിംഗ് GDP. So we have to define GDP. What is GDP according to the product method? അപ്പോൾ GDP നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. GDP ഈസ് എസ്റ്റിമേറ്റഡ് ആസ് ദി സം ഓഫ് ദി മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഫൈനാൻഷ്യൽ ഇയർ. ഈ ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയും ഈ മെത്തേഡ് അനുസരിച്ച് നമ്മൾക്ക് GDP എസ്റ്റിമേറ്റ് ചെയ്യാൻ we are following a few steps. In the estimation of GDP, we are following a few steps. The first one is, see, in an economy, production is taking place in millions of production units. ഒരു ഇക്കോണമിയിൽ ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ പെറ്റി ഷോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ എ പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ ഇവിടെ എല്ലാമുള്ള പ്രൊഡക്ഷൻ എന്താണോ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് അവരുടെ സർവീസ് എന്താണോ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്താണോ, ഇതെല്ലാം നമ്മൾ അതിൻ്റെ എല്ലാ വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് ദി പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആൻഡ് ക്ലാസിഫൈയിങ് ദം അണ്ടർ റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രീസ് ആൻഡ് ഈച്ച് ഇൻഡസ്ട്രി അണ്ടർ ദി കറസ്പോണ്ടിങ് സെക്ടർ. അപ്പം ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ നടക്കുന്നത് ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകളിലാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ജോലി വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഈച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ നടക്കുന്ന ഓരോ യൂണിറ്റിനെയും നമ്മൾ കണ്ടെത്തുന്നു. വി ഹാവ് ടു ഐഡൻറ്റിഫൈ. ഇനി ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റും ഒരു ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. സോ വി ആർ ക്ലാസിഫൈയിങ് ദം അണ്ടർ ദി റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രീസ്. ആൻഡ് ഇനി ഓരോ ഇൻഡസ്ട്രിയും നമ്മൾ 3 സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു സെക്ടറിൻ്റെ കീഴിൽ വരും. സോ ഈച്ച് ഇൻഡസ്ട്രി അണ്ടർ ദി കറസ്പോണ്ടിങ് സെക്ടർ. ഇപ്പോൾ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിനെയും കണ്ടെത്തുന്നു, അതിനെ ഓരോ ഇൻഡസ്ട്രിയുടെ കീഴിൽ ക്ലാസിഫൈ ചെയ്യുന്നു, ഓരോ ഇൻഡസ്ട്രിയെയും ഓരോ സെക്ടറിൻ്റെ കീഴിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദി വാല്യൂ ഓഫ് ഫൈനൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ്, ഈച്ച് ഇൻഡസ്ട്രി ആൻഡ് ഈച്ച് സെക്ടർ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു, ഓരോ ഇൻഡസ്ട്രിയുടെയും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു, ഓരോ സെക്ടറിൻ്റെയും ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു. ഇനി എന്താണ് ഒരു ഫോർ എ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ യൂണിറ്റ് വാട്ട് ഈസ് ദി ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു P into Q. That means price multiplied by the quantity of output produced. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ആ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ ആ ഇൻഡസ്ട്രിയുടെ മൊത്തത്തിലുള്ള ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. ഇനി ഓരോ ഇൻഡസ്ട്രിയുടെയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓരോ സെക്ടറിൻ്റെയും ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. ദെൻ പിന്നെ നമ്മൾ ചെയ്യുന്നത് വി ഫൈൻഡ് ദി ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഓൾ ദ 3 സെക്ടേഴ്സ് ടുഗദർ. 3 സെക്ടറിൻ്റെയും കൂടെ ചേർത്ത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് സിഗ്മ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 3 സെക്ടറിൻ്റെയും കൂടെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 3 സെക്ടറിലും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്.
Then once we estimated GDP at a market price, then we have to derive NNB at factor cost. അതാണ് നാഷണൽ ഇൻകം. GDP കിട്ടിയാൽ പിന്നെ നമ്മൾ അതിനെ NNB FC ആക്കി മാറ്റണം. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അതാണ് ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. Then, but when we use this method, there is a problem. That is the problem of double counting. Double counting means counting the value of a product more than once. ഒന്നിലധികം പ്രാവശ്യം ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോബ്ലം വരുന്നത്? See, sometimes the final product of one producer becomes the intermediate product of another producer. അതുകൊണ്ടാണ് ഈ ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാകുന്നത്. ആൻഡ് ഡബിൾ കൗണ്ടിങ് ലീഡ്സ് ടു ഓവർ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം വളരെ കൂടുതലായിട്ട് കാണിക്കും, യഥാർത്ഥത്തിൽ അത്രയും ഉണ്ടാവില്ല. ഇനി എന്താണ് ഈ ഡബിൾ കൗണ്ടിങ്? ഐ ഷൽ ഗിവ് ആൻ എക്സാമ്പിൾ. See, suppose there is a farmer and he is producing wheat for ₹1,000. ഫാർമറെ സംബന്ധിച്ചോളം ആ വീറ്റാണ് അയാളുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 1000. സോ വി ആർ ആഡിങ് 1000. ദെൻ ദിസ് വീറ്റ് ഈസ് പർച്ചേസ്ഡ് ബൈ എ മില്ലർ ആൻഡ് മേക്കിംഗ് വീറ്റ് ഫ്ലോർ. ഇപ്പോൾ ഈ ഗോതമ്പ് പൊടിയാക്കുന്ന മില്ലർ ഇത് വാങ്ങിച്ചിട്ട് ഹീ ഈസ് സെല്ലിംഗ് വീറ്റ് ഫ്ലോർ ഫോർ ₹1,500. ₹1,500 വീറ്റ് ഫ്ലോർ അയാൾ വിൽക്കുന്നു. സോ ദാറ്റ് ഈസ് ഹിസ് ഫൈനൽ പ്രോഡക്റ്റ്. ദി വാല്യൂ ഓഫ് ദാറ്റ് ഓൾസോ വി ഹാവ് ടു ആഡ്. അപ്പോൾ നമ്മൾ 1,500 ആഡ് ചെയ്യണം വീണ്ടും. ദെൻ നെക്സ്റ്റ്, ദിസ് വീറ്റ് ഫ്ലോർ ഈസ് പർച്ചേസ്ഡ് ബൈ എ ബേക്കർ. ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന ആൾ ഇത് വാങ്ങിയിട്ട് ബ്രെഡ് മാനുഫാക്ചർ ചെയ്യുന്നു. And he is selling bread for 2,500. So that is his final product. That also we have to add. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര പ്രാവശ്യം വീറ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്? 3 times we are adding the value of wheat. This is double counting. So to avoid this problem of double counting, we use a modified form of product method or output method. That is value added method. ഈ വാല്യൂ ആഡഡ് മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ ഒരേ ഒരു വ്യത്യാസം, വി ആർ ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ദി ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അറ്റ് മാർക്കറ്റ് പ്രൈസ്, വി ഫൈൻഡ് ദി ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ബൈ ഈച്ച് ഫേം. ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അല്ല കണ്ടുപിടിക്കുന്നത്. ആ ഫേം ആഡ് ചെയ്ത വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പം മില്ലറുടെ കേസിൽ, ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ മില്ലറുടെ കേസിൽ അയാൾ ₹1,000 വീറ്റ് വാങ്ങി അതിൽ നിന്ന് 1,500 വീറ്റ് ഫ്ലോർ പ്രൊഡ്യൂസ് ചെയ്തു. So the value added by the miller is only 500. That means the value added is equal to gross value of output at market price minus intermediate consumption. Intermediate consumption എന്ന് പറഞ്ഞാൽ എത്രത്തോളം intermediate goods അതിനു വേണ്ടി യൂസ് ചെയ്തു, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്തു. അതിൻ്റെ വാല്യൂ നമ്മൾ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. ഇനി 3 സെക്ടറിലേക്ക് കൂടെ ചേർത്ത് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് ആക്ച്വലായിട്ടുള്ള GDP. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിയിട്ട് നിങ്ങളോട് GDP കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു മസ്റ്റ് ഡിഡക്ട് the value of intermediate consumption from the gross value of output. Gross value of output GDP ആയിട്ട് എടുക്കരുത്. ഇന്റർമീഡിയറ്റ് കൺസംഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോസ്റ്റ് എത്രയാണോ അത് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ വേണം എടുക്കാൻ. അതാണ് വാല്യൂ ആഡഡ്. സോ ദിസ് ഈസ് ദി വാല്യൂ ആഡഡ് മെത്തേഡ് ഓർ ഔട്ട്പുട്ട് മെത്തേഡിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് ഫോം ആയിട്ടാണ് വാല്യൂ ആഡഡ് മെത്തേഡ് വരുന്നത്. Then the second method is final expenditure method.
ഇപ്പോൾ ഫൈനൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ 100 റുപ്പീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് 100 രൂപയാണ്. ഇപ്പോൾ നമ്മൾ 100 രൂപ ചിലവാക്കിയാലേ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൗ മച്ച് ഈസ് ദി വാല്യൂ എന്ന് ചോദിച്ചാലും ഹൗ മച്ച് ഈസ് ദി എക്സ്പെൻഡിച്ചർ ഓൺ ദാറ്റ് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചാലും രണ്ടും സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ GDP മെഷർ ചെയ്യുന്നത് ബൈ ആഡിങ് ദി ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ ദി ഇക്കോണമി. ഒരു ഇക്കോണമിയിൽ ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്താലും നമുക്ക് GDP കിട്ടും. അപ്പോൾ ഈ ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ചിലവാക്കുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനൊക്കെ വേണ്ടി ചിലവാക്കുന്ന അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് വേണ്ടി ചിലവാക്കുന്ന പണമൊന്നും ദാറ്റ് എമൗണ്ട് വി വിൽ നോട്ട് ആഡ് ടു GDP. അതൊന്നും GDP മെഷർ ചെയ്യാൻ വേണ്ടി എടുക്കാൻ പാടില്ല. അത് ഫൈനൽ പ്രോഡക്റ്റ് അല്ല. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണോ അവരുടെ ഔട്ട്പുട്ട് അതിൻ്റെ പ്രൈസ് മാത്രമേ നമ്മൾ അല്ലെങ്കിൽ അതിനു വേണ്ടി ആൾക്കാർ ചിലവാക്കുന്ന എമൗണ്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. സോ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ സപ്പോസ് ഹീ ഈസ് സ്പെൻഡിങ് മണി ഫോർ ഇലക്ട്രിസിറ്റി, ഹീ ഈസ് പേയിങ് ഇലക്ട്രിസിറ്റി ചാർജ്, അതും നമ്മൾ എടുക്കാൻ പാടില്ല. അതൊരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ദാറ്റ് ഓൾസോ വി വിൽ നോട്ട് ടേക്ക്. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളിതൊന്നും എടുക്കാത്തത്? കാരണം ഇതിൻ്റെ എല്ലാം വാല്യൂ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളതൊന്നും എടുക്കാത്തത്. ഇനി വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചർ? ഈ ഫൈനൽ എക്സ്പെൻഡിച്ചറിന് 4 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ഇപ്പം നമ്മളെല്ലാം വി ആർ ഓൾ സ്പെൻഡിങ് മണി ഫോർ കൺസംഷൻ പർപ്പസ്. ഇപ്പം ഡ്രസ്സ്, ഫുഡ്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചിലവാക്കുന്നു. അതാണ് നമ്മുടെ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ C. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ മറ്റൊരു ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇൻവെൻ്ററി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുകയും വിൽക്കാൻ സാധിക്കാതെ വരുന്ന ഗുഡ്സ്, അതാണ് ഇൻവെൻ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി മറ്റൊന്നാണ് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഈ കമ്പോണൻസ് ഒന്നും നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നിങ്ങളോട് ഇപ്പോൾ പ്രോബ്ലം തന്നാലും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് മാത്രമേ പറയുള്ളൂ. ഇപ്പം നമ്മുടെ വീടും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ എക്സ്പെൻഡിച്ചറും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. So investment expenditure is denoted by the letter I. Then third one is government consumption expenditure. See, just like households, government also spend money for consumer goods. Consumption വേണ്ടി ചിലവാക്കുന്നു. For example, government purchase goods for its offices. Stationary items ഒക്കെ ഗവൺമെൻറ്റിന് പർച്ചേസ് ചെയ്യണം. അതേപോലെ ഗവൺമെൻറ് പർച്ചേസ് ഗുഡ്സ് ഫോർ ഗവൺമെൻറ് പർച്ചേസ് പെട്രോൾ ഫോർ ഇറ്റ്സ് വെഹിക്കിൾസ്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ G. ദെൻ ലാസ്റ്റ് വൺ ഈസ് നെറ്റ് എക്സ്പോർട്സ്. ഇപ്പം നമ്മുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല, ഫോറിനേഴ്സ് ഓൾസോ സ്പെൻഡ് മണി ഫോർ അവർ ഗുഡ്സ്. ദാറ്റ് ഈസ് ഫോറിൻ എക്സ്പെൻഡിച്ചർ. വി സ്പെൻഡ് മണി ഫോർ ഫോറിൻ ഗുഡ്സ്. അപ്പോൾ ഫോറിനേഴ്സ് സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ അത് എക്സ്പോർട്ടാണ്. നമ്മൾ ഫോറിൻ ഗുഡ്സിന് വേണ്ടി പണം ചിലവാക്കുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അവർ ഇമ്പോർട്ട്. സോ എത്രയാണ് നെറ്റ് ഫോറിൻ എക്സ്പെൻഡിച്ചർ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് മൈനസ് എം, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇപ്പം നമ്മൾ GDP കണ്ടുപിടിക്കാൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് വി ടേക്ക് only these 4 types of expenditure: consumption, investment, government and net exports. ഇങ്ങനെ 4 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ മാത്രമേ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി എടുക്കാവൂ. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ GDP എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ ഈ 4 ടൈപ്പ് എക്സ്പെൻഡിച്ചർ മാത്രമേ എടുക്കാവൂ. മറ്റെന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ 4 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ വെൻ യു ആഡ് ദീസ് 4 items,
that is C plus I plus G plus X minus M, that is GDP at market price. ഈ 4 കമ്പോണൻസും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് GDP കിട്ടും. പിന്നെ അതിനെ നമ്മൾ NNB FC ആക്കി മാറ്റണം. Then the third method is income method. Under income method, we are adding the factor incomes in the economy. Which are the factor incomes? There are 4 factor incomes: rent, interest, wages and profit. ഇതാണ് 4 ഫാക്ടർ ഇൻകംസ് എന്ന് പറയുന്നത്. അവിടെ ആ നമ്പറിങ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. യു ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ റെന്റ്, ഇൻട്രസ്റ്റ്, വേജസ് ആൻഡ് പ്രോഫിറ്റ്, ദീസ് ആർ ദി ഫാക്ടർ ഇൻകംസ്. ഇനിയും ചിലപ്പോൾ ഒരൈറ്റം കൂടെ നമുക്ക് തന്നാൽ നമ്മൾ അത് എടുക്കണം. അതായത് സംടൈംസ് സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾ, ഈ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ സ്വന്തമായിട്ടൊരു കട നടത്തുന്നു. അയാളുടെ വീടിൻ്റെ ഒരു റൂമാണ് അയാളുടെ കടയെന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അയാളുടെ റൂമിൻ്റെ റെൻ്റ് ഉണ്ട്, അയാൾ മുടക്കിയ പണത്തിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഹിസ് പ്രോഫിറ്റ് ഈസ് ദെയർ, ഹിസ് വേജസ് ഈസ് ദെയർ. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദിസ് 4 ഫാക്ടർ ഇൻകംസ്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് സോ വി ആഡ് വൺ മോർ ഐറ്റം, ദാറ്റ് ഈസ് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്. അതും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല. സോ വെൻ യു ആഡ് ദീസ് 5 ഐറ്റംസ്, ഇവിടെ നമുക്ക് GDP അല്ല കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഫാക്ടർ ഇൻകംസ് ആണ്. സോ an item like depreciation will not come. അതിവിടെ ഇല്ല, ഡിപ്രീസിയേഷൻ എടുക്കേണ്ട കാര്യമില്ല. അതേപോലെ ഫാക്ടർ ഇൻകംസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈ പിന്നെ നമ്മുടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയും ആ ഒരു ഐറ്റവും ഇല്ല. അതുകൊണ്ട് വെൻ യു ആഡ് ദീസ് ഐറ്റംസ് വി ആർ ഗെറ്റിംഗ് NDP-FC. നമ്മൾ ഈ ടൈപ്പ് ഫാക്ടർ ഇൻകംസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് NDP-FC ആണ്. അപ്പോൾ ഇവിടെ ഇൻകം മെത്തേഡിലും നമ്മൾ ഈ വി ആർ ടേക്കിംഗ് ഓൺലി ദിസ് 4 ടൈപ്സ് ഓഫ് ഇൻകം. ഡോണ്ട് ടേക്ക് എനി അതർ ടൈപ്പ് ഓഫ് ഇൻകം. ആൻഡ് ഇഫ് മിക്സഡ് ഇൻകം ഈസ് ദെയർ, ദാറ്റ് ഓൾസോ യു മേ ആഡ്. അല്ലാതെ മറ്റെന്തെങ്കിലും ഇൻകം തന്നാൽ നമ്മളത് എടുക്കാൻ പാടില്ല, എടുക്കരുത്. എടുത്താൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. അപ്പം നമ്മൾ ഈ 4 ടൈപ്പും പിന്നെ മിക്സഡ് ഇൻകം തന്നാൽ അതും കൂടെ മാത്രം എടുക്കുക. സോ വി ആർ ഗെറ്റിംഗ് NDP-FC. And when you add NFIA to NDP-FC, we are getting NNP-FC or national income. ഇതാണ് ഈ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ്. നിങ്ങൾ ഈ കമ്പോണൻസ് ഒക്കെ ഓർത്തിരിക്കുക, എങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ തിയറി ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പ്ലെയിൻ ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷെ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുട്ടികൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ആൻസർ ചെയ്യുന്നത് വളരെ തെറ്റായ രീതിയിലൊക്കെയാണ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ദർ ആർ എ ഫ്യൂ ഐറ്റംസ് വിച്ച് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. ഞാൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ്. ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു, ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യില്ല. നമ്മൾ ഈ ഷെയർ വാങ്ങുമ്പോൾ ഓഫ് കോഴ്സ് അവർ മണി ഈസ് ട്രാൻസ്ഫർ ടു ദി കമ്പനി. പക്ഷേ ആ ട്രാൻസാക്ഷൻ വഴി പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. ദർ ഈസ് നോ ഔട്ട്പുട്ട് ബിക്കോസ് ഓഫ് ദാറ്റ് ട്രാൻസാക്ഷൻ. പണം ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റേജിൽ സംടൈംസ് ദിസ് കമ്പനി വിൽ ഇൻവെസ്റ്റ് ദിസ് മണി, ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. പക്ഷേ ഷെയർ വാങ്ങുക എന്ന് പറഞ്ഞ ഒരു ട്രാൻസാക്ഷൻ നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമല്ല. ദെൻ രണ്ടാമത്തേത്, അതൊരു പ്യുവർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്, അതുകൊണ്ടാണ് അതല്ലാത്തത്. രണ്ടാമത്തേത് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രൈസ് മണി ഫ്രം ലോട്ടറി. ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി അടിച്ച് 10 ലക്ഷം രൂപ കിട്ടി, അത് നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമല്ല. ഓൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, അവിടെ സെക്കൻഡ് ഹാൻഡ് മാത്രമായി പോയി, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണ്, സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ്. ഇപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഓൾറെഡി അത്
പുതിയതായി നമ്മൾ വാങ്ങിയ സമയത്ത് അത് ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇനി സെക്കൻഡ് ഹാൻഡ് ഐറ്റമായിട്ട് അത് വിൽക്കുമ്പോൾ അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇൻകം ഫ്രം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ലൈക്ക് സ്മഗ്ലിംഗ്, ഗ്യാംബ്ലിംഗ് എക്സെട്ര. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഇൻകം കിട്ടിയാൽ ദാറ്റ് ഓൾസോ വിൽ നോട്ട് ബി ആഡഡ്. ഇത് ഇത്രയും ഐറ്റംസ് നാഷണൽ ഇൻകത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, നാഷണൽ ഇൻകം എസ്റ്റിമേഷനിൽ എടുക്കാത്ത കാര്യങ്ങളാണ്. ദെൻ വാട്ട് ആർ ദി യൂസസ് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ? പ്രധാനമായിട്ടും ടു ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ആൻഡ് ഇക്കോണമി ഓവർ ദി ഇയേഴ്സ്. ഇപ്പം നാഷണൽ ഇൻകം, if there is a steady increase in national income, we can say that economy is performing well. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഫോർ ഇക്കണോമിക് പ്ലാനിങ് ആൻഡ് ഫോർ ദി ഫോർമുലേഷൻ ഓഫ് ഇക്കണോമിക് പോളിസീസ്. ഈ നാഷണൽ ഇൻകം ഡേറ്റ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. ഫ്രം വിച്ച് ഏരിയ ദി ഗവൺമെൻറ് ഈസ് ഗെറ്റിംഗ് ലെസ് നാഷണൽ ഇൻകം ഓർ ലെസ് ഇൻകം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിനല്ല, നമ്മുടെ ഇക്കോണമിക്ക്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് നാഷണൽ ഇൻകം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം that area is not developed. So the government can take measures for the development of that area. അപ്പോൾ അവരുടെ പ്ലാനിങ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഡേറ്റ ഉപയോഗിച്ച് പുതിയ പോളിസീസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഹൗ വി ക്യാൻ ഇറാഡിക്കേറ്റ് പോവർട്ടി. അപ്പോൾ അതിനൊക്കെ വേണ്ടി നാഷണൽ ഇൻകം ഡേറ്റ ഉപയോഗിക്കാം. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് സെക്ടർ ടുവേർഡ്സ് നാഷണൽ ഇൻകം. അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാ, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ എത്രയാ, സർവീസ് സെക്ടറിൻ്റെ എത്രയാ. So we get all this information from national income data. Then to make comparison between the economic performance of two countries. ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും ഇക്കണോമിക് പെർഫോമൻസ് കമ്പയർ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു കമ്പയർ ദി നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ആൻഡ് ചൈന. പക്ഷെ അതൊരു കോമൺ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡോളറിലേക്ക് വല്ലതും കൺവേർട്ട് ചെയ്താലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ടു മെഷർ ദി ഇൻഇക്വാളിറ്റീസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അപ്പോൾ എത്ര ആൾക്കാർക്ക് എത്രത്തോളം ഇൻകം കിട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡേറ്റ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ ഇക്കോണമിയിൽ ഇൻഇക്വാളിറ്റി ഉണ്ട്, ദാറ്റ് ഓൾസോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ ദീസ് ആർ ദി യൂസസ് ഓഫ് നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ചോദിച്ചുകൂടായില്ല, പക്ഷേ ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ദെൻ മോർ ഇമ്പോർട്ടൻ്റ് ഈസ് ഡിഫിക്കൽട്ടീസ് ഇൻ ദി മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. പ്രധാനമായിട്ടും ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ്. വൺ ഈസ് കൺസെപ്ച്വൽ ഡിഫിക്കൽട്ടി. ഈ കൺസെപ്ച്വൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് ദേ ആർ ആപ്ലിക്കബിൾ ടു ഡെവലപ്ഡ് കൺട്രീസ് ആസ് വെൽ ആസ് ഡെവലപ്പിംഗ് കൺട്രീസ്. എല്ലാ തരത്തിലുള്ള ഇക്കോണമീസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ആണ് കൺസെപ്ച്വൽ ഡിഫിക്കൽട്ടീസ്. അതിലൊന്നാമത്തേത് സർവീസ് വിത്തൗട്ട് റെമ്യൂണറേഷൻ. ചില സർവീസസ് ഒക്കെ റെമ്യൂണറേഷൻ കിട്ടാതെ ചെയ്യുന്ന ചില സർവീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു സപ്പോസ് സെർവൻറ്റ് ഈസ് ദയർ. ആ സെർവൻ്റ് ആണ് ജോലിയെല്ലാം ചെയ്യുന്നതെങ്കിൽ അവർക്ക് സാലറി നമ്മൾ കൊടുക്കണം. ദാറ്റ് സാലറി ഈസ് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. പക്ഷെ ഒരു ഹൗസ് വൈഫ് ഇതേ സർവീസസ് ചെയ്യുമ്പോൾ അതിന് സാലറി ഇല്ല, ആ സർവീസ് നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമായി വരികയുമില്ല. അപ്പോൾ ഇതാണ് വെദർ സച്ച് സർവീസസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം ഓർ നോട്ട്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. സർവീസ് വിത്തൗട്ട് റെമ്യൂണറേഷൻ. ബട്ട് ഫോർ ദി ടൈം ബീയിങ് സച്ച് സർവീസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു അസൈൻ എ വാല്യൂ ഫോർ സച്ച് സർവീസ്. ഇപ്പോൾ ഒരു വീട്ടിൽ അമ്മ ചെയ്യുന്ന ജോലിക്കൊക്കെ ഇത്രയാണ്, നമുക്ക് അതിൻ്റെ റെമ്യൂണറേഷൻ ഇത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ആഡ് ചെയ്യാറില്ല. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. ഇതും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സപ്പോസ് മിൽക്ക് ഈസ് പർച്ചേസ്ഡ് ഇൻ എ ഹോട്ടൽ. ഒരു ഹോട്ടലിൽ മിൽക്ക് വാങ്ങുന്നു. ദെൻ ഇറ്റ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്. അവരുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടീ, കോഫി ഇങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ അവിടെ മിൽക്ക് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ്. ബട്ട് വെൻ ദി സെയിം മിൽക്ക് ഈസ് പർച്ചേസ്ഡ് ബൈ എ ഹൗസ് ഹോൾഡ്, വീട്ടിലേക്ക് നമ്മൾ പാല് വാങ്ങിയാൽ ദാറ്റ് ഈസ് ഫൈനൽ ഗുഡ്. ഒരു ഹോട്ടലിൽ വാങ്ങുന്ന മിൽക്ക് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. സോ ദി സെയിം കമ്മോഡിറ്റി ക്യാൻ ബി കം ആസ് ഫൈനൽ ഗുഡ്സ് ഓർ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ദെൻ ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റിമേറ്റിംഗ് ദി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഗവൺമെൻറ് സെക്ടർ. ഗവൺമെൻറ് സെക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ദെയർ ട്രീറ്റ്മെൻറ്റ് ഈസ് ഫ്രീ.
then how we can find out the value of such a service? ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ആ സർവീസിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹൗ മച്ച് ഈസ് ദി ബിൽ ദാറ്റ് വി ആർ പേയിങ്, ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദി വാല്യൂ ഓഫ് സർവീസ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങനെ ഒരു പേയ്മെൻറ്റ് നടത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഗവൺമെൻറ് സെക്ടർ. ഇനി പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇതെന്ന് പറയുന്നത് ദേ ആർ ആപ്ലിക്കബിൾ ടു ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺലി. അതിലൊന്നാമത്തേതാണ് ഇന്നാഡിക്വസി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ പ്രോപ്പറായിട്ട് ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അതുകൊണ്ട് if you want to estimate national income, the most important thing that you need, it is data regarding the output. അത് നമുക്ക് ശരിയായ രീതിയിൽ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ അവൈലബിൾ അല്ല. Then illiteracy of farmers. See, we know that in developing countries majority of the workers are engaged in the agriculture sector, but most of them are illiterate. അപ്പോൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ട് അവർ പ്രോപ്പറായ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ട്സ്, അവർക്ക് എത്ര രൂപ ചിലവാക്കി, എത്ര രൂപ ലാഭം കിട്ടി, ഇങ്ങനെയുള്ള കണക്കുകളൊന്നും അവർ എഴുതി സൂക്ഷിക്കാൻ അവർക്കറിയില്ല. അത് മറ്റൊരു ഡിഫിക്കൽട്ടി. ദെൻ ലാക്ക് ഓഫ് ഓക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ. Again, we know that in developing countries majority of the workers are unskilled. ഈ അൺസ്കിൽഡ് ആയിട്ടുള്ളവർ പല പല ജോലികൾക്ക് പോകും. അവരെപ്പോഴും ഒരേ ജോലി തന്നെ ആയിരിക്കില്ല ചെയ്യുന്നത്. സംടൈംസ് ദേ വിൽ ഗോ ഫോർ agricultural activities, sometimes they will go for construction activities. ഇങ്ങനെ പല തരത്തിലുള്ള ജോലി ചെയ്യും. അതാണ് ഈ ലാക്ക് ഓഫ് ഓക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു എസ്റ്റിമേറ്റ് ദെയർ ഇൻകം. അവർ ഈ പല പല ജോലികളിൽ നിന്നൊക്കെ അവർക്ക് ഇൻകം കിട്ടുന്നതുകൊണ്ട് അവരുടെ ഇൻകം എത്രയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. ദെൻ അനദർ ഡിഫിക്കൽട്ടി ഈസ് പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ. വി നോ ദാറ്റ് whatever we are producing, ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ നമ്മൾ എത്രത്തോളം നടത്തിയാലും അതിൻ്റെ ഒരു മേജർ പാർട്ട് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ കൺസ്യൂം അവർ സെൽഫ്സ്. നമ്മൾ തന്നെ അത് നമ്മുടെ കൺസംഷന് വേണ്ടി ഉപയോഗിക്കും. സോ ദാറ്റ് ഈസ് നോട്ട് കമ്മിങ് ടു ദി മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയില്ല. പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ. ദെൻ ലാസ്റ്റ് വൺ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് എ നോൺ മോണിറ്റൈസ്ഡ് സെക്ടർ. ഇപ്പോൾ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻ റിമോട്ട് വില്ലേജ് ഏരിയാസ് still a certain extent of barter system provides. ഇപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആൾക്കാർ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങുകയൊക്കെ ചെയ്യും. അവരത് മണി യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ദീസ് ആർ ഓൾ വേരിയസ് ഡിഫിക്കൽട്ടീസ് ഇൻ ദി എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിനകത്തിലെ തിയറി പഠിക്കാനുള്ളത്. ഇനിയും ഞാൻ ബുക്കിൽ വേറെ ചില കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സിലബസിൽ ഉള്ളതല്ല. ഫോർ എക്സാമ്പിൾ GNB ഡിഫ്ലേറ്റർ, പിന്നെ നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് ആൻഡ് കോൺസ്റ്റന്റ് പ്രൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ബുക്ക് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. എക്സാമിനേഷൻ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, കാരണം അത് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനിയും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇൻകം എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട് ഒരു 2 പ്രോബ്ലം ബുക്കിലുള്ളതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാം. സോ ദി ഫസ്റ്റ് പ്രോബ്ലം ഈസ്, ഇപ്പോൾ നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വാല്യൂ ആഡഡ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ്, ഈ 3 മെത്തേഡ് ഉപയോഗിച്ചും നമ്മൾ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് വാല്യൂ ആഡഡ് മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ വാല്യൂ ആഡഡ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് GDP കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ GDP കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല വാല്യൂ ആഡഡ് മെത്തേഡ് അനുസരിച്ച് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് is equal to 8,000 ആണ് ഔട്ട്പുട്ടിൻ്റെ വാല്യൂ. ദാറ്റ് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ 2,000. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000. അപ്പോൾ ഈ 6,000 എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. സോ GDP MP is equal to
6000. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാതെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഗ്രോസിനെ ആദ്യം നെറ്റ് ആക്കണം. അപ്പോൾ NDP MB കണ്ടുപിടിക്കുക. NDP MB ഈസ് ഈക്വൽ ടു ഈ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ GDP എന്ന് പറയുന്നത് 6000, ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 1000. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5000. അപ്പോൾ 5000 ആണ് NDP MB. ഇനിയും NDP MBയെ നമ്മൾ എന്താക്കി മാറ്റണം? NNP MB ആക്കി മാറ്റണം. NNP MB ഈസ് ഈക്വൽ ടു നമ്മൾ NDP MBയുടെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഡൊമസ്റ്റിക്കിനെ നാഷണലാക്കാൻ നമ്മൾ NFIയെ ആഡ് ചെയ്യണം. സോ 5000 പ്ലസ് what is NFIA? Net factor income from abroad, that is minus 500. അപ്പോൾ അവിടെ -500 നമ്മൾ ആഡ് ചെയ്യുന്നു. -500 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4500 എന്ന് കിട്ടി. സോ ദിസ് ഈസ് NNP MB. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNB FC ആണ്, ഫാക്ടർ കോസ്റ്റിലുള്ളതാണ്. സോ NNP FC ഈസ് ഈക്വൽ ടു NNP MBയിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം. സോ 4500 മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 800, സബ്സിഡി എന്ന് പറയുന്നത് 300. അപ്പോൾ എത്ര കിട്ടും? 4500 മൈനസ് 500 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4000. അപ്പോൾ ഇവിടെ 4000 എന്ന് പറയുന്നതാണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ NNP FC എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അക്കോർഡിംഗ് ടു വാല്യൂ ആഡഡ് മെത്തേഡ്. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു 4 കമ്പോണൻസ്, മെയിനായിട്ടും 4 കമ്പോണൻസ്. ഈ 4 കമ്പോണൻസ് ആഡ് ചെയ്യണം. ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ GDP MB കണ്ടുപിടിക്കുകയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച്. GDP MB ഈസ് ഈക്വൽ ടു പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് 3000 എന്ന് തന്നിട്ടുണ്ട്. 3000 പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ 2000 എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ഇനിയും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 700 എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് നെറ്റ് എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ്. അപ്പോൾ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത് 600 മൈനസ് 300. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6000 കിട്ടും. അപ്പോൾ നേരത്തെ കിട്ടിയ അതേ GDP തന്നെ നമുക്ക് ഇവിടെയും കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ GDP കിട്ടി. ഇനി ആ GDPയെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താക്കി മാറ്റണം? ഇവിടെ 4000 ആണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്താക്കി മാറ്റണം? NNP FC ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ 4000 എന്ന് വീണ്ടും അതേ സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ അതിനി നമ്മൾ ഒന്നുകൂടെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത അതേ സ്റ്റെപ്സ് ഇവിടെയും ഫോളോ ചെയ്യുക. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡാണ്. ഇൻകം മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് റെന്റ്, ഇൻട്രസ്റ്റ്, വേജസ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് NDP. ഇൻകം മെത്തേഡ് അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് NDP FC ആണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അതാണ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് വേജസ് പ്ലസ് പ്രോഫിറ്റ്. സോ 500 പ്ലസ് റെന്റ് ഇൻട്രസ്റ്റ്, ഇറ്റ് ഈസ് അഗെയിൻ 500 പ്ലസ് വേജസ് ആൻഡ് സാലറീസ് 2000 എന്ന് തന്നിട്ടുണ്ട്. സോ 2000 പ്ലസ് പ്രോഫിറ്റ് ഈസ് 1500. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ആർ ഗെറ്റിംഗ് ദാറ്റ്സ് ഈക്വൽ ടു 4500 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ എന്തുകൂടെയാണ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഇൻകം മെത്തേഡിൽ നമ്മൾ ഒരു ഐറ്റം മാത്രം ആഡ് ചെയ്താൽ മതി, NFIA ഈസ് -500 ആണ്. സോ NNP FC ഈസ് ഈക്വൽ ടു 4500 plus -500. So that is equal to 4000.
അപ്പോൾ വീണ്ടും നമുക്ക് നാഷണൽ ഇൻകം 4000 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം മെഷർ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ തെറ്റാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത മെത്തേഡ് തെറ്റാവാം. മെത്തേഡ് ശരിയാണെങ്കിൽ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. സോ ദിസ് ഈസ് വൺ ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇനി ഇവിടെ ഒരു കാര്യം, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. ഈ റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, റെന്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ്, ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്ത് ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളോട് ഓപ്പറേറ്റിംഗ് സർപ്ലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റെന്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ്, ഇത് അങ്ങനെ ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഓർത്തിരിക്കുക, ഇതാണ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്. റെന്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് സർപ്ലസ് ആയി. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് പ്രോബ്ലം കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഒരിക്കൽ എക്സാമിന് ഇതേ ഒരു ടൈപ്പ് പ്രോബ്ലം ചോദിച്ചിരുന്നു. എ ബൈസിക്കിൾ മാനുഫാക്ചറിംഗ് കമ്പനി ഇൻ ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് 100 ബൈസിക്കിൾസ് അറ്റ് എ പ്രൈസ് ഓഫ് ₹2,500 പെർ യൂണിറ്റ് ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ 100 ബൈസിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരെണ്ണത്തിൻ്റെ വില 2,500. ഔട്ട് ഓഫ് ദിസ് 300 ഹാസ് ഗോൺ ടു ദി ഗവൺമെൻറ് ആസ് ടാക്സ് പെർ യൂണിറ്റ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 300 ആണ്. The owner of this company is a foreigner and he got a profit of ₹500. അപ്പം 500 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്, നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ NFIA ആയിട്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് എടുക്കേണ്ടത്. പക്ഷേ NFIA മൈനസ് ആണ്, -500 ആണ്. കാരണം ഈ പ്രോഫിറ്റ് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്കാണ് പോകുന്നത്. And the entire profit has gone to the country to which he belongs. അയാളുടെ രാജ്യത്തേക്ക് പോകുന്നു. Because of the production of 100 bicycles, there was a depreciation of 20,000 to the company. How much is the contribution of this company to GDP as well as national income of India? അപ്പോൾ നമുക്ക് ഇവിടെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതൊന്നും തന്നിട്ടില്ല, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ GDPയുടെ കോൺട്രിബ്യൂഷൻ ടു GDP, അത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടാണ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഒരെണ്ണത്തിൻ്റെ വില 2,500 ഇൻറ്റു 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ വി ആർ ഗെറ്റിംഗ് 2,50,000. This is the contribution to GDP. അപ്പോൾ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 2,50,000 ആണ്. ഇനി കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യൊക്കെ വേണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഇൻകം, അപ്പോൾ ഇത് GDPയിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. സോ 2,50,000 മൈനസ് ഡിപ്രീസിയേഷൻ എത്രയാണെന്നാണ് പറഞ്ഞത്? 20,000. ആ 20,000 മൈനസ് ചെയ്തു. പിന്നെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ NFIA ആഡ് ചെയ്യണം, പക്ഷേ NFIA ഇവിടെ -500 ആണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി അത് എന്തുകൊണ്ടാണ് -500 ആയതെന്ന്. കാരണം പ്രോഫിറ്റ് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണ്. So plus -500 minus a profit of 500 per bicycle ആണ്. അപ്പം -500 ഇൻറ്റു മൊത്തം പോകുന്നത് -500 ഇൻറ്റു 100 ആണ്. -500 ഇൻറ്റു 100. ഇനി മൈനസ് എന്ത് ചെയ്യണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ സബ്സിഡി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളത് ആ ഇൻഡയറക്റ്റ് ടാക്സ് മാത്രമേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡിയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ സബ്സിഡി ഇല്ലാത്തത് കൊണ്ട് ഇൻഡയറക്റ്റ് ടാക്സിനെ തന്നെ നമുക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് എടുക്കാം. സോ ദാറ്റ് ഈസ് എത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 300 ഹാസ് ഗോൺ ടു ദി ഗവൺമെൻറ് ആസ് ടാക്സ് പെർ യൂണിറ്റ്. ഒരു ബൈസിക്കിളിൻ്റെ
പിന്നെ ടാക്സ് എന്ന് പറയുന്നത് 300. അപ്പോൾ 100 എണ്ണത്തിന് 100 ഇൻറ്റു 300. 100 ഇൻറ്റു 300. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -20,000 പിന്നെ 500 ഇൻറ്റു, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2,50,000 മൈനസ് 20,000. അടുത്ത വീണ്ടും ഇവിടെ മൈനസ് വരും, -5,000. ഇനി വീണ്ടും മൈനസ് 100 ഇൻറ്റു 300. സോ that is equal to 30,000. അപ്പോൾ ഇതെല്ലാം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര 30,000 ഇത് 50,000 ആണല്ലോ. 500 ഇൻറ്റു 100 എന്ന് പറയുന്നത് 50,000 ആണ്. സോ 50,000, 30,000, 20,000. So that's equal to 2,50,000 minus 1 lakh. So we will get 1,50,000 as the answer. അപ്പോൾ ഇത്രയുമാണ് നാഷണൽ ഇൻകത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം വേണമെങ്കിലും ചോദിക്കാം. അത് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് തോന്നും, പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളിലൂടെ പഠിക്കുക. പ്രോബ്ലംസ് എന്തായാലും നിങ്ങൾക്കുണ്ടാകും. ഡെഫിനറ്റ്ലി ന്യൂമറിക്കൽ പ്രോബ്ലംസ് വിൽ ബി ദർ. ഇപ്പം നിങ്ങൾ ഈ 1-2 മെത്തേഡ്, ഈ 2-3 പ്രോബ്ലംസ് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിരുന്നാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ഐറ്റംസ് എവിടെയൊക്കെ ആഡ് ചെയ്യണം, എവിടെ ഡിഡക്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ പ്രോബ്ലംസ് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതേ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ദാറ്റ് വിൽ ബി സഫീഷ്യൻറ്റ്. അപ്പോൾ അത്രയും ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിനേഷന് ഉള്ള പ്രിപ്പറേഷനായി. സോ യു മേ ഡു ദാറ്റ്. സോ ടുഡേ വി ആർ സ്റ്റോപ്പിംഗ് ദെയർ. ഇനി അടുത്തത് ഇൻഫ്ലേഷൻ ആണ്. സോ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് ഇൻഫ്ലേഷൻ.